ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എനിക്ക് സുഖം എന്ന് പറയാൻ കുറച്ച് വിഷമത്തിലാണ് കേട്ടോ. വിഷമത്തിലാണെന്ന് പറഞ്ഞാൽ ഞാൻ ഇത്ര ദിവസം വീഡിയോ ഇടാത്തതിൻ്റെ കാരണം അത് തന്നെയാണ്. അപ്പോൾ ചിലർക്ക് അറിയായിരിക്കും, ചിലർക്ക് അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ചിലർ വിചാരിക്കും എന്തിനാ അപ്പം തന്നെ വീഡിയോ ഇട്ടെന്ന് പറയുന്നവരുണ്ടാവും. അപ്പോൾ അവർ എന്താ പറയുക, എൻ്റെ ഫാമിലീനെ അറിയിക്കുക എന്നുള്ളത് അതൊരു എന്ത് ദുഃഖമാണെങ്കിലും സങ്കടമാണെങ്കിലും എനിക്ക് എൻ്റെ ഫാമിലീനെ ഞാൻ എന്തുണ്ടെങ്കിലും അറിയിക്കപ്പെട്ടു. കുറച്ച് ദിവസം വിഷമം കാരണം നമ്മൾ വീഡിയോ ഒന്നും ഇട്ടില്ല. അപ്പോൾ വിഷമം എന്ന് പറഞ്ഞാൽ രണ്ട് വിഷമമുണ്ട് കേട്ടോ. ഒന്ന് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് എൻ്റെ റിയാസ് ഖാൻ്റെ ഒറ്റ ഫ്രണ്ടാണ്. ഫ്രണ്ടിൻ്റെ ചെറുപ്പം മുതലേ ഉള്ളൊരു ഫ്രണ്ടാണ്. ഫ്രണ്ടിൻ്റെ പെങ്ങൾ പറഞ്ഞാൽ 32 വയസ്സാവും കേട്ടോ. നല്ല കാര്യമാണ്. അതുമാത്രമല്ല, റിയാസ് ഖാൻ എൻ്റെ ചാനലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ലൈവിലൊക്കെ വരും, എന്നോട് സംസാരിക്കും, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളും കൂടിയാണ് കേട്ടോ. അപ്പോൾ ആ മോള് പെട്ടെന്ന് മരണപ്പെട്ടു. അവൾ ഒറ്റക്കാണെങ്കിൽ എത്രയും എന്താ പറയുക, എന്തായാലും സങ്കടം തന്നെയാണ്. എന്നാലും കൂടെ ഒരു കുഞ്ഞും കൂടി പോയി എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടം കേട്ടോ. അവൾക്ക് 9ാം മാസം പള്ളയിലായിരുന്നു കുട്ടിയും അവളും മരണപ്പെട്ടു. ചെറിയ നിസ്സാര കാര്യം, അവൾക്ക് എന്തോ കഴിക്കുമ്പോൾ തരിപ്പിക്കേറിയെന്നോ പ്രഷർ കുറഞ്ഞു, അങ്ങനെ എന്തൊക്കെയോ പല പ്രശ്നങ്ങളും പലരും പലതും പറയുന്നുണ്ട്. ആൾക്കാരുടെ തൊള്ളക്ക് വേലി കെട്ടാൻ പറ്റില്ലല്ലോ. ഇത്തിരി ഉണ്ടെങ്കിൽ ഇത്ര ആക്കണം ആൾക്കാർ, ജനങ്ങൾ. അതിൻ്റെ ഒരു സങ്കടം മാറി ഇങ്ങനെ വരികയായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ. അതുകൊണ്ടും കൂടിയാണ് ഞാൻ കുറേ ദിവസം വീഡിയോ ഇടാണ്ടിരുന്നത്. പിന്നെ അങ്ങനെ പെട്ടെന്ന് ഞാൻ ചൊവ്വാഴ്ച വൈകുന്നേരം ഒരു 7 മണിയാവാനായിട്ടുണ്ടാവും ഞാൻ അറിഞ്ഞത് കേട്ടോ. അപ്പം ഉമ്മ മണ്ണാർക്കാട് എനിക്ക് എല്ലാവരും ചിലർ ചോദിച്ചു സ്വന്തം ആങ്ങളെയാണോ എന്നൊക്കെ വാട്സപ്പിലൊക്കെ അങ്ങനെ കുറേ പേര് ചോദിച്ചു. അപ്പോൾ തുടങ്ങി എനിക്കൊരു ഇടങ്ങറ്. അപ്പോൾ നമ്മുടെ ഫാമിലിയൊക്കെ അറിയിക്കണം. അപ്പോൾ എന്നെക്കുറിച്ച് അറിയണവർക്കെല്ലാം അറിയും, അല്ലാത്തവരാണ് ഈ ബാഡ് കമൻറ്റ് ഇടുന്നത് കേട്ടോ, ഒന്നാമത്തെ കാര്യം. അപ്പോൾ എനിക്ക് എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ഞങ്ങൾ 2 മക്കളാണ്, ഒരാണും ഒരു പെണ്ണും. അവൻ മണ്ണാർക്കാട് പെണ്ണ് കെട്ടിയപ്പോൾ അവിടെ സെറ്റിലായി. അങ്ങനെ അവൻ അവിടുന്ന് പെണ്ണ് കെട്ടി എനിക്ക് 5 ആൺകുട്ടികളായി കേട്ടോ, അവിടെ സെറ്റിലായി. പിന്നെ പാലക്കാട്. അപ്പം ഉമ്മ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കും, എൻ്റെ അടുത്തും ഇരിക്കും അവൻ്റെ അടുത്തും ഇരിക്കും. അപ്പോൾ എനിക്ക് 4 കുട്ടികൾ, 3 പെണ്ണും ഒരാണ്. അവനിക്ക് 5 കുട്ടികൾ, മാഷാ അല്ലാഹ്. അങ്ങനെ 5 ആൺകുട്ടികളായിരുന്നു. അപ്പോൾ അതിലൊരാളാണ് മരണപ്പെട്ടത്. അവൻ്റെ 2 ആൺകുട്ടികൾ ദർസ് പഠിക്കുകയായിരുന്നു കേട്ടോ. 2 മക്കളിനെ ദർസ് പഠിക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നു. 2 മക്കളിലെ മൂത്ത ആളാണ് കേട്ടോ. അപ്പം ഉമ്മ അങ്ങനെ അതുപോലെ ഞാൻ വൈകുന്നേരം ഇങ്ങനെ ദിക്റെടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ പെട്ടെന്ന് ഉമ്മ വിളിച്ചിട്ട്, എടീ റിസ്വാന് മരണപ്പെട്ടടി എന്ന് പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല. അപ്പം ഉമ്മ നുണ പറയും, നിങ്ങൾക്ക് ആൾ മാറിയിട്ടില്ല, എന്താ നിങ്ങൾ പറയണത്, ദർസ് പഠിക്കാൻ പോയ കുട്ടിക്ക് എന്താന്ന്, അവനിക്ക് ഒരു കുഴപ്പമില്ലല്ലോ, എനിക്ക് ഷോക്കായി. ഞാൻ കുറേ കേട്ടത്. പിന്നെ ഉമ്മ പറഞ്ഞു ഞങ്ങൾ ഹോസ്പിറ്റലിലാണ്. അപ്പം പിന്നെ അമ്മ അങ്ങനെ പറഞ്ഞൊക്കെ ചെയ്തപ്പോൾ അല്ലാ, എൻ്റെ കുട്ടി പോയല്ലോ, ഇത്ര ചെറുപ്പത്തിൽ ഇങ്ങനെ അവനിക്കൊരവസ്ഥ വന്നാൽ നെഞ്ഞു പൊട്ടി. സത്യം പറഞ്ഞാൽ എനിക്ക് കാരണം വേഗം പ്രഷറും ഷുഗറൊക്കെ, എനിക്ക് തലൻ്റെ ഈ സൈഡ് ഇങ്ങനെ ചുളിലും കുത്തുട്ടാ. ടെൻഷൻ, നല്ല സങ്കടം വന്ന് കാരണം എനിക്ക് വിശ്വസിക്കാനേ പറ്റിയില്ല. പിന്നെ അവർ 2 ഹോസ്പിറ്റലിലാണ്. ഉമ്മയാണ് അവനെ തുടച്ച് വൃത്തിയാക്കി അവന് മോർച്ചറിയിലേക്ക് കടത്തിക്കടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വായി വിട്ട് കരയുന്നുണ്ട്. എനിക്കാണെങ്കിൽ വിശ്വസിക്കാൻ ആ നേരത്ത് പോകാനും. അതിൻ്റെ അന്ന് തന്നെ ഞാൻ പറഞ്ഞില്ല, ചെറിയൊരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, റജി കുട്ടിക്ക് പനിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അന്ന് അവൾക്ക് നല്ല പനിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്തുള്ളൊരു ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോകാൻ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ വിവരം അറിഞ്ഞത്. പിന്നെ ആ നേരത്തെ നമുക്ക് പോയാലും കാണാൻ പറ്റില്ല, മോർച്ചറിയിലാണ്, അവിടുത്തെ ഒരു ജില്ലാ താലൂക്ക് ആശുപത്രിയിലാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാനൊന്നും പറ്റിയില്ല. അപ്പോൾ പിറ്റേ ദിവസം നേരത്തെ ഞങ്ങൾ ഇവിടുന്ന് പോയിട്ടാണ്. നോക്കുമ്പോൾ ഞങ്ങൾ നേരത്തെ പോയതും എൻ്റെ സ്വന്തം ആങ്ങളെ കേട്ടോ, ആങ്ങളുടെ മൂത്ത മോനാണ്. അപ്പോൾ അതിനും ഞാൻ റിജിക്കുട്ടിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ ഇരുന്ന് ഞാൻ അങ്ങനെ കരയുന്നു. അപ്പോൾ ആൾക്കാർ എന്താ മോളെ കരയണം, എന്താ മോളെ. അപ്പം എൻ്റെ ആങ്ങളുടെ കുട്ടി ഇങ്ങനെ പോയി പറയാനേ എനിക്ക് പറ്റില്ല, അതിനൊരേ കരച്ചിലായിരുന്നു കേട്ടോ. പിന്നെ റിയാസ്ക്ക് ഒപ്പം വെറുതെ കരയല്ല, അങ്ങനെ കൊണ്ട് എന്നെ ചീത്ത പറയും. അങ്ങനെ പിന്നെ അപ്പം തന്നെ വാർത്തയിലൊക്കെ വന്നു പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട് വിളിച്ചു പറഞ്ഞു കേട്ടോ എനിക്ക്. അപ്പോൾ വാർത്തയില്ല, എന്താ വാർത്ത, ഇപ്പം ഉമ്മ എന്നോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വാർത്തയിൽ എന്താണ് നോക്കടി എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ബെൽറ്റ് എടുത്ത് മുറുക്കിയൊക്കെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ബർത്ത്ഡേ കഴിഞ്ഞ് സന്തോഷത്തോടെയാണ് അവൻ ദർസിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അവൻ ബർത്ത്ഡേക്ക്
അത്രയും ഹാപ്പി ആയിരുന്ന കുട്ടി എങ്ങനെ ആത്മഹത്യ ചെയ്യും? അപ്പോൾ ഈ ആൾക്കാർക്ക് തൊള്ളയിൽ വേലി കെട്ടാൻ പറ്റില്ല. ഇത്തിരി ഉണ്ടെങ്കിൽ ഇത്ര ആക്കും. അവർക്കൊരു ന്യൂസ് കിട്ടണം. ന്യൂസ് അതെന്താണ്, സത്യമാണോ എന്താണോ എന്നുള്ളത് ആർക്കും അറിയേണ്ട ആവശ്യമില്ല. അവർക്ക് എന്താ വായിക്ക് കിട്ടിയത് ഗോതക്ക പാട്ട് എന്ന് പറഞ്ഞ പോലെ അത് ഫേക്കാണോ ഇല്ലേ, അത് സത്യാവസ്ഥ എന്താണ് ഒന്നും അന്വേഷിക്കാൻ നോക്കില്ല. വേഗം അങ്ങോട്ട് എടുത്തുവിടും ആത്മഹത്യ. അവനിക്കിപ്പോൾ എന്താ ആത്മഹത്യ? അവന് അവൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും നല്ല എന്താ പറയുക 5 മക്കളും പൊന്നുപോലെ സ്നേഹത്തോടെയാണ് വളർത്തുന്നത്. ഒരു വിഷമം ഒന്നും അവ അറിയിക്കൂല. അതേപോലെ തന്നെ അച്ചടക്കത്തിലായാലും നിസ്കാരത്തിലായാലും എന്നെപ്പോലെ തന്നെ 5 നേരം നിസ്കരിക്കുന്ന ഒരാളാണ് എൻ്റെ ആങ്ങള. അവൻ്റെ മക്കളിനെ അതുപോലെ 5 മണിക്ക് വിളിച്ചുവിടും നിസ്കരിപ്പിക്കാനും ഒക്കത്തിന്. അങ്ങനെ വളർന്ന മക്കളാണ് അവർ. അവനിക്കൊരു വിഷമം ഒന്നുമില്ല. അപ്പോൾ ആത്മഹത്യ ചെയ്യേണ്ട ഒരു ഇതുമില്ല. അവൻ ഹാപ്പി ബർത്ത്ഡേക്കും കൂടി അന്ന് അവൻ കേക്ക് മുറിക്കുമ്പോൾ ദിക്ർ ചൊല്ലിയിട്ടാണ് കേക്ക് മുറിച്ചത്. ഹാപ്പി ബർത്ത്ഡേ എന്നും കൂടിയല്ലേ പറഞ്ഞത്. അവൻ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു തക്ബീർ 3 പ്രാവശ്യം പറഞ്ഞിട്ടാണ് എൻ്റെ കുട്ടി കേക്ക് മുറിച്ചത് അറിയാം. അങ്ങനെ സന്തോഷിച്ച് പോണ കുട്ടി എങ്ങനെ ഇത് ചെയ്യും? അതൊക്കെയായിരുന്നു എൻ്റെ സംശയം. ആൾക്കാർ ന്യൂസിൽ പലതും പറയും. പിന്നെ അവൻ്റെ കൂടെയുള്ള കുട്ടിയുണ്ടല്ലോ, അവൻ്റെ അനിയൻ, അവനാണ് പറഞ്ഞത്. അവനോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഇതേപോലെ ബാത്റൂമിൽ സ്കൂളിൽ നിന്ന് അവൻ്റെ ഉപ്പാൻ്റെ അടുത്ത് രാവും വൈകിട്ടും രാവിലെ സലാം പറഞ്ഞിട്ട് പോണ ഒരു കുട്ടിയാണ് അവൻ. അന്നത്തെ ദിവസം അവനോട് സലാം ഒന്നും പറഞ്ഞിട്ടില്ല, കാണാൻ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ചായ മിച്ചർ എന്തോ കുടിച്ചിട്ട് അവൻ വന്നിട്ട് ബാഗ് ഒന്ന് കൊണ്ടുവെക്കടാ എനിക്ക് വയ്യാന്ന് പറഞ്ഞപ്പോൾ അനിയനെ കൊണ്ട് ബാഗ് കൊണ്ടുവെക്കാൻ പറഞ്ഞപ്പോൾ അവൻ ശരി എന്ന് പറഞ്ഞിട്ട് ഇവൻ എപ്പോഴും ഇവൻ്റെ ഷർട്ടായാലും മുണ്ടായാലും ബെൽറ്റായാലും ഊരി എവിടെയും വെക്കില്ല. അത് ഊരി തോളിലേ ഇടുള്ളൂ. നജീസ എവിടെയും വെക്കില്ല. അവൻ വൃത്തി ഇല്ലാത്തതുകൊണ്ട് എവിടെയും വെക്കില്ല. അവൻ്റെ തോളിലേ അവൻ ഇടുള്ളൂ. അപ്പം അങ്ങനെ അവൻ ബെൽറ്റ് ഊരി തോളിലിട്ടിട്ട് ബാത്റൂമിലേക്ക് പോയത്. അവിടെ വെച്ച് കുഴഞ്ഞ് വീണിരിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ അറ്റാക്കാണെന്ന് പറയുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അറ്റാക്കാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ആങ്ങളോടും ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ അറ്റാക്കാണെന്ന് തന്നെ അവനും പറഞ്ഞത്. അപ്പോൾ പക്ഷെ ആൾക്കാർ പല വിധത്തിലാണ് അത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവനോട് ഇന്ന് അവൻ്റെ 7 അപ്പോൾ ഞങ്ങൾ 7-നൊക്കെ പോയി അവനിക്ക് വേണ്ടി ദുആ ചെയ്തിട്ട് വന്നിട്ടാണ്. ഞാൻ അവിടെയും വെച്ച് ഞാൻ പൊട്ടിക്കരയായിരുന്നു. എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ പറഞ്ഞാൽ അവൻ്റെ മുഖം കണ്ണിൽ നിന്ന് പോണേയില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഈ വിഷമം നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്തു തന്നെയുള്ളൂ. എല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കണത് ആത്മഹത്യയാണ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യൂല. അവൻ അങ്ങനെ ചെയ്യൂല. നല്ല കുട്ടിയാണ് അവൻ. അമ്മായിന്ന് തൊള്ളന്നറിയ വിളിക്കും അവൻ. അമ്മായിക്കാക്കല്ല. ഞങ്ങൾ പോയ അപ്പം എൻ്റെ മാപ്പിളുടെ വണ്ടി കഴുകി തരും. നല്ല എനിക്ക് പറയാനേ പറ്റുന്നില്ല കേട്ടോ അവരെക്കുറിച്ച്. അങ്ങനെ നല്ലൊരു കുട്ടിയായിരുന്നു. പിന്നെ ഞാൻ നിങ്ങൾ അറിയാത്തവർക്ക് കുറേ പേര് അറിഞ്ഞിട്ടുണ്ടാവും, അറിയാത്ത ആളുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കും കൂടി വേണ്ടി കേട്ടോ. അല്ലാണ്ട് ഞാൻ ഇനി എന്താ വീഡിയോ ഇട്ടത്. ഇന്ന് 7 അവൻ്റെ. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും ദുആയിലും അവനെ ഉൾപ്പെടുത്താട്ടോ എനിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ട് ഞാൻ ഇന്ന് വീഡിയോ ഇട്ടുന്ന 7 അവൻ്റെ. അപ്പോൾ ഇതാണ് സംഭവം ഉണ്ടായത്. കുഴഞ്ഞ് വീണിട്ട് എല്ലാവരും കേട്ടവരൊക്കെ എന്താ ചെറുപ്രായത്തിൽ എന്താ കുഴഞ്ഞ് അറ്റാക്ക് വരാൻ കാരണം? ചിലവർ അങ്ങനെ ചോദിക്കുന്നുണ്ട്, ചിലവർ സത്യാവസ്ഥ അവനിക്കും അള്ളാഹ്ക്കും തന്നെ അറിയുള്ളൂ. എന്തായാലും പഠിച്ചു അവൻ്റെ ഖബർ വീതി വിശാലമാക്കി കൊടുക്കട്ടെ. നമുക്കതല്ലേ അള്ളാഹിനോട് 5 നേരം അവനിക്ക് വേണ്ടി ദിക്റും സ്വലാത്തും പ്രാർത്ഥിക്കാനല്ലേ നമുക്ക് പറ്റുള്ളൂ. അപ്പം ഞാൻ 3 കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ 3 കഴിഞ്ഞ് ഞങ്ങളിവിടുന്ന് എല്ലാവരും പോയി. പിന്നെ നിൽക്കാനുള്ളൊരു സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് വന്നു. പിന്നെ അവനിക്ക് വേണ്ടി ഞാനിവിടെ ചെയ്യുന്നുണ്ട്. അത്രയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും ആ കുഞ്ഞു മോൻ്റെ ഖബർ വീതി വിശാലാക്കി കൊടുക്കട്ടെ. നിങ്ങളൊക്കെ നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തുക. പിന്നെ ഉമ്മാക്കും ഉപ്പാക്കും ക്ഷമ നൽകട്ടെ. എനിക്ക് എൻ്റെ ആങ്ങളെ കാണക്കാടെ ഭയങ്കര സങ്കടം കേട്ടോ. കാരണം അവൻ്റെ മോറ് നോക്കുമ്പോൾ അവനെ പോലെ തന്നെയാണ്. അവൻ്റെ മോറ് നോക്കുമ്പോൾ എനിക്ക് സങ്കടം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക. ആ സമയത്ത് പോയ അവിടെ വെച്ചിട്ട്. എന്തായാലും ഇനി നമ്മളൊക്കെ പോകണം. അന്ന് വിളിക്കുമ്പോൾ നമുക്കൊക്കെ പോയേ പറ്റുള്ളൂ. എന്നാലും പെട്ടെന്ന് പ്രതീക്ഷിക്കാണ്ട് ഓരോന്ന് സംഭവിക്കുമ്പോൾ അതിൻ്റെ ഒരു സങ്കടമുണ്ട്. പിന്നെന്താ പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട് വരുന്നില്ല. അള്ളാഹ് വിളിക്കുക പറഞ്ഞ പോലെ നമുക്കൊക്കെ അവരിന്ന് പോകണം, നാളെ നമ്മൾ പോകണം. അത്ര തന്നെ എന്നിട്ട് കാര്യമില്ല. എന്തായാലും നിങ്ങളെല്ലാം എൻ്റെ മോനിക്ക് വേണ്ടി എനിക്ക് അവനെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര കാര്യമായിട്ടാണ്. ആദ്യം ഉണ്ടായ കുട്ടിയാണ്. അവൻ പ്രസവിച്ചിട്ടാണ് ഞാൻ റിൻഷിമോളിനെ പ്രസവിച്ചത്. 2 ഓരോ വയസ്സിന് വ്യത്യാസമുള്ളൂ. എന്തായാലും സ്വർഗത്തിലായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തുക. എന്തായാലും ഇത് ഒരിക്കലും ആത്മഹത്യയല്ല. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യൂല കേട്ടോ.
100% ഉറപ്പുണ്ട്. അങ്ങനെയാണ് അവൻ്റെ ഉമ്മീപ്പി അവനെ വളർത്തുന്നത്. 5 നേരം അവനൊരു ഉസ്താദായി കാണണമെന്നായിരുന്നു അവൻ്റെ ഉപ്പാൻ്റെ ആഗ്രഹം, എൻ്റെ ആങ്ങളുടെ ആഗ്രഹം. പക്ഷെ കുറച്ചും കൂടി പഠിച്ചിട്ടുണ്ടെങ്കിൽ മൗലിയരായിട്ടുണ്ടാവും കേട്ടോ. പകുതി മൗലിയരായിക്കണ്. എല്ലാവിടെയും പോകും. ഞാനിവിടെ വിളിച്ച് ചെയ്യിക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പത്തിനാണ് ഇങ്ങനെ പറ്റിയത്. കണ്ടിട്ട് കാര്യമില്ലല്ലോ. അമ്മയേന്ന് തൊള്ളനിറയെ വിളിക്കും എൻ്റെ കുട്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അവനെ. ബാക്കിയുള്ളതിന് ഇഷ്ടമില്ല എന്നല്ല, അവനെ കൂടുതൽ ആദ്യത്തെ കുട്ടി ആയതുകൊണ്ടും കൂടി നല്ല എന്നെയും എൻ്റെ മാപ്പിളിനെയും തൊള്ളനിറയെ അമ്മായിക്കാക്ക അവിടെ എന്നൊക്കെ ചോദിക്കും. ഇടയ്ക്ക് അവിടെ നിന്ന് ദർസിൽ നിന്ന് ഫോൺ വിളിക്കലൊക്കെ ഉണ്ട്. ഉമ്മാക്ക് വിളിക്കുമ്പോൾ ഞാനും സംസാരിക്കലൊക്കെ ഉണ്ട് കേട്ടോ. അവസാനമായിട്ട് ഞാനും സംസാരിച്ചു. പിന്നെ കെട്ടിപ്പിടിച്ച് മുത്തൊക്കെ കൊടുത്തിട്ട മരിപ്പിന് പോയിട്ട് മുഖമൊക്കെ ഐസ് പോലെ ഉണ്ടായിരുന്നു. ഒരിക്കലും അവൻ അങ്ങനെ ചെയ്യൂല. അവൻ്റെ ഒരു അടയാളം ഒന്നും ഉണ്ടായിരുന്നില്ല. അറ്റാക്ക് തന്നെയാണ് അധികം അവരെല്ലാവരും പറയണത്. എന്തോ പഠിച്ച എല്ലാ മക്കളിലും തൊട്ട് കാക്കട്ടെ. നമുക്ക് സ്വത്ത് മുതൽ പറയാൻ നമ്മുടെ മക്കളാണ് ആകെ നമ്മുടെ സ്വത്ത്. അത് വല്ലാണ്ട് വേറെ നമുക്ക് സ്വത്ത് എന്ന് പറയാനൊന്നുമില്ല. ഞങ്ങളുടെ മക്കൾക്കും പഠിച്ച അവൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ക്ഷമ കൊടുക്കട്ടെ. നമുക്കേ സഹിക്കാൻ പറ്റുന്നില്ല. എനിക്കെൻ്റെ ആങ്ങള ആ സമയത്ത് ഇങ്ങനെ തരിച്ചിരിക്കണ്ടപ്പോൾ ആകെ പേടിയായിട്ടാണ്. സത്യം പറഞ്ഞാൽ ഞാനും കുറേ സമാധാനിപ്പിച്ചു ആ സമയത്ത്. എന്താ പറയുക, നമ്മക്കൊണ്ട് കഴിയുന്ന പറയാൻ വാക്ക് എന്താണെന്നൊന്നും കിട്ടുന്നില്ല. എന്താ പറയുക, അപ്പോൾ അവൻ്റെ ഒരു ഇടം കൈയും വലം കൈയും ആയിരുന്നു അവൻ്റെ 2 കുട്ടികൾ. അതാണ് അവനെ തകർന്നു പറയും. സത്യം പറഞ്ഞാൽ അവൻ്റെ മുഖം നോക്കുമ്പോഴേ നമുക്ക് സങ്കടം വരും. കണ്ടിട്ട് നമ്മൾ വിളിക്കുമ്പോൾ എപ്പോഴായാലും പോകണ്ടേ അല്ലേ. അപ്പം നിങ്ങളൊക്കെ നിങ്ങളുടെ തുകയിൽ ഉൾപ്പെടുത്തുക. അമ്മക്ക് ഉപ്പാക്ക് ക്ഷമ കൊടുക്കട്ടെ. അവൻ്റെ ഖബർ വിശാലാക്കി കൊടുക്കട്ടെ. അപ്പം അത് പറയാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ 2 വിഷമങ്ങളുണ്ട്. അപ്പോൾ ആ മോൾക്കും വേണ്ടി നിങ്ങളെല്ലാവരും നിങ്ങളുടെ തുകയിൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.